ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൽ രേവതിയും രവീന്ദ്രനും എല്ലാവരും സച്ചി പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. അവരെല്ലാം സച്ചി അവിശ്വസിച്ചിരിക്കണം. സച്ചി കുടിയൻ തന്നെയാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കൂടെ ചങ്കുകളായിട്ട് സച്ചിയുടെ കൂട്ടുകാരുണ്ട് കേട്ടോ. സച്ചി കൂട്ടുകാരുടെ അടുത്ത് ഇത് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല സച്ചി, നിന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കട്ടയ്ക്ക് നിൻ്റെ കൂടെ ഉണ്ട്. ഇത് നിൻ്റെ വീഡിയോ മാത്രം എല്ലാവരും കുടിക്കുന്നുണ്ട്, എല്ലാവരും വണ്ടി ഓടിയാണ്, പക്ഷേ നിൻ്റെ വീഡിയോ മാത്രം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് സച്ചിയോട് കൂട്ടുകാർ. രേവതി പൂ വിൽക്കാൻ പോയ സമയത്ത് രേവതിയുടെ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് രേവതിയുടെ പൂ മേടിക്കുന്ന ചേച്ചിമാർ രേവതിയോട് സച്ചിയുടെ കുടി നിർത്താൻ വേണ്ടി രേവതിക്കൊരു മരുന്ന് വാങ്ങി കൊടുക്കേണ്ട വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതൊരു ഭാഗത്ത്. പിന്നെ രവീന്ദ്രൻ രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഓർഡർ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്, അതൊരു വശത്ത്. പിന്നെ രേവതി അങ്ങനെ സച്ചിക്ക് മദ്യപിക്കുന്നത് നിർത്താനുള്ള മരുന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് ജ്യൂസ് ആക്കുന്ന സമയത്ത് അതെടുത്ത് കുടിക്കുന്ന വേറൊരാൾ കൂടി ആ ചന്ദ്രോദയത്തിലുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്രമതിയാണ്, രേവതിയുടെ സ്വന്തം അമ്മായിമ്മ, സച്ചിയുടെ അമ്മ. ആ ചന്ദ്രമതിയെ ജ്യൂസ് എടുത്ത് കുടിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിന് ഫുൾ കഥ എൻ്റെ ചാനലുണ്ട്. കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിൽ, പക്ഷേ ഞാൻ ഫുൾ കഥ പറഞ്ഞിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.